Hey everyone, so welcome back to another video. പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5 പ്രൊഡക്ടിവിറ്റി സിസ്റ്റംസ് ആണ്. ദാറ്റ് ഈസ് പ്രൂവൺ. ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് എനിക്ക് വർക്ക് ആവും എന്നുള്ളത് ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പലരും യൂട്ടിലൈസ് ചെയ്ത് പ്രൂവൺ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള സിസ്റ്റംസ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും എന്താ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ളൊരു എലമെൻറ്റ്, മേ ബി ടൈം എന്നുള്ളൊരു എലമെൻറ്റിനെ ഏറ്റവും അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസോ ടെക്നിക്സ് ആണ് പ്രൊഡക്ടിവിറ്റി സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ടെക്നിക്സ് എന്ന് പറയുന്നത്. ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെ നമ്മൾ പ്രൊഡക്റ്റീവായി യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയാം. ലെറ്റ് ഇറ്റ് ബി ടൈം, എഫേർട്ട് എന്താണെന്നുണ്ടെങ്കിലും പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതും അച്ചീവ് ചെയ്യേണ്ടതുമാണ്. സോ ഹിയർ ആർ 5 കില്ലർ പ്രൊഡക്ടിവിറ്റി സിസ്റ്റംസ്. ലെറ്റ്സ് ഗോ. ബട്ട് ബിഫോർ ദാറ്റ് മേക്ക് ഷുവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സിസ്റ്റം നമ്പർ 1, പൊമോഡോറോ ടെക്നിക്. എന്താ പൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന ആളാണ്, ഓർ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 25 മിനിറ്റ്സ് നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാം. മേ ബി നമ്മൾ വർക്ക് എന്നുള്ള എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ്സ് നിങ്ങൾ വർക്ക് ചെയ്യുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. നെക്സ്റ്റ് 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, 25 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്, 25 മിനിറ്റ്സ്, 5 മിനിറ്റ്സ്. 25 മിനിറ്റ്സ് ആൻഡ് 5 മിനിറ്റ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോങ് 15 to 30 മിനിറ്റ് ബ്രേക്ക് നിങ്ങൾ എടുക്കാം. ആൻഡ് ശ്രദ്ധിക്കേണ്ടത്, ഈ 25 മിനിറ്റ്സ് ആൻഡ് 5 മിനിറ്റ്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ 5 മിനിറ്റ് ബ്രേക്കിൽ റീല് സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആകാനായിട്ടുള്ള ചാൻസ് ഉള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. ബിക്കോസ് നിങ്ങളെ തിരിച്ച് വർക്കിലേക്കോ ഒരു പഠനത്തിലേക്കോ ഒക്കെ കൊണ്ടുവരാൻ കുറച്ചും കൂടെ ഹാർഡായിരിക്കും. സിംപ്ലി എണീറ്റ് നടക്കാനോ കുറച്ച് വെള്ളം കുടിക്കാനോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഹിയർ ഇസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. 4 പൊമോഡോർ അല്ലെങ്കിൽ 25 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗൈൻ നിങ്ങൾക്കൊരു 30 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാമെന്നുള്ളതാണ്. ഇത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ബട്ട് ദാറ്റ് ബീങ് സെഡ്, വേറൊരു ആംഗിളിൽ പലരും പറയുന്ന ഒരു അഭിപ്രായമാണ്, നമ്മൾ ലോങ് ടൈം ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് വർക്ക്സിലാണ് നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ 25 മിനിറ്റ്സ് കഴിഞ്ഞ് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് ഒരു ഡിസ്ട്രാക്ഷൻ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് അപ് ടു യു. നിങ്ങൾ ലോങ് ടൈം വർക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് പൊമോഡോറോ ടെക്നിക് കൺസിഡർ ചെയ്യാതിരിക്കാം. അതർവൈസ് നിങ്ങൾക്ക് പൊമോഡോറോ ടെക്നിക് യൂട്ടിലൈസ് ചെയ്യാം. സെക്കൻഡ് വൺ, ടൈം ബ്ലോക്കിംഗ്. സിംപ്ലി ടൈം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമയത്തിനെ പ്രോപ്പർലി ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ മോർണിംഗ് 10 to 12 ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിൻ പ്യുവർലി അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നിങ്ങൾക്ക് കലണ്ടർ സിസ്റ്റംസ് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഡേ എന്നുള്ളതിലേക്ക് പോകുന്നു. മേ ബി 19th ആണെന്ന്, ഞാനിവിടെ 3 to 5 PM ഇവിടെ ഒരു ഇവൻറ്റ് സംതിങ് ഞാൻ ജസ്റ്റ് സിംപ്ലി ആഡ് ചെയ്തിട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആപ്പിൾ കലണ്ടറോ അല്ലെങ്കിൽ ഗൂഗിൾ കലണ്ടറോ ഒക്കെ യൂസ് ചെയ്ത് ടൈം കാലണ്ടറിൽ തന്നെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസും ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ടൈം ബ്ലോക്കിംഗ്. ടൈം ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രെയിനിന് മോർ ക്ലാരിറ്റി കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഇന്ന സമയത്ത് ഇന്ന പർട്ടിക്കുലർ ടാസ്ക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ടൈം അവിടെ ബ്ലോക്ക്ഡ് ആണ്. സോ നിങ്ങൾക്ക് എത്ര ടോട്ടൽ ഹവേഴ്സ് സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ടൈം ബ്ലോക്കിംഗ്. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. എലോൺ മസ്ക് പോലുള്ള ആളുകൾ വരെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആക്ച്വലി ടൈം ബ്ലോക്കിംഗ് എന്നുള്ളത്. അല്ലെങ്കിൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്ടിവിറ്റി ഹാക്ക് തന്നെയാണ് ടൈം ബ്ലോക്കിംഗ് എന്നുള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് എയ്സൻഹോവർ മെട്രിക്സ്. ഇത് ആക്ച്വലി പറയാൻ കുറച്ച് പാടായിരിക്കും. സോ ഞാൻ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാണിക്കാം. അതിനു മുമ്പ് ഞാൻ സ്ലൈറ്റ് ഒരു എക്സ്പ്ലനേഷൻ തരാം. ദാറ്റ് ഈസ് ഒരു സ്ക്വയർ ബോക്സ് ഞാൻ വരക്കാണ്. 4 ബോക്സസ്. ഇതുപോലെ 4 ബോക്സസ്. ഇതൊരു റോ 4 ബോക്സസ് ആണ് എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചാൽ മതി. സോ ഇങ്ങനെ ഞാൻ 4 ബോക്സ് വരക്കുന്നു. ഓക്കെ, അതിന് മുകളിൽ അർജൻറ്റ് ആൻഡ് നോട്ട് അർജൻറ്റ് ആൻഡ് സൈഡിൽ ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ പെർട്ടിക്കുലർ കോളം എന്താ? അർജൻറ്റ് ആണ്, ഇമ്പോർട്ടൻറ്റും ആണ്. ഈ കോളം എന്താ? നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്.
ഈ കോളം urgent but not important. Then ഈ കോളം not urgent, not important. ഈ ഓരോ കോളത്തിലേക്ക് നിങ്ങളുടെ ടാസ്കുകൾ എഴുതി വെക്കാം. ദാറ്റ് ഈസ് ടാസ്കിൻ്റെ പ്രയോറിറ്റി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നിക്കാണ് എയ്സൻഹോവർ മെട്രിക്സ് എന്നുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, അർജൻറ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു പർട്ടിക്കുലർ ടാസ്ക് അത് അർജൻ്റ് ആണ്, ഇമ്പോർട്ടൻറ്റുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിളൊക്കെ ഗൂഗിൾ ചെയ്യാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് ആക്ച്വലി നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കാം. അത് അർജൻറ്റാണ്, ഞാൻ തന്നെ എടുക്കണമല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. ടാസ്ക്സ് വിത്ത് ക്ലിയർ ഡെഡ് ലൈൻസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് കോൺസിക്വൻസസ് ഇഫ് നോട്ട് കംപ്ലീറ്റഡ് ഇൻ എ ടൈംലി ഫാഷൻ. ഡെഡ് ലൈൻ ഉണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി പോവും. എന്താണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ഡു. ദാറ്റ് ഈസ് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കെഡ്യൂൾ. നമുക്ക് ഈ വീഡിയോ തന്നെ എക്സാമ്പിൾ എടുക്കാം. നോട്ട് അർജൻറ്റ് ബിക്കോസ് എനിക്കൊരു 2 ആഴ്ച കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നത് അർജൻറ്റ് അല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞാൻ എടുക്കണം, നിർബന്ധമാണ്, ഞാൻ അതിന് മുകളിൽ വർക്ക് ചെയ്തേ പറ്റൂ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ദാറ്റ് അതെനിക്ക് സ്കെഡ്യൂൾ ചെയ്യാം, മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. ടാസ്ക്സ് വിത്ത് നോ സെറ്റ് ഡെഡ് ലൈൻസ് ബട്ട് ദാറ്റ് ബ്രിങ് യു ക്ലോസർ ടു യുവർ ലോങ് ടേം ഗോൾസ്. സെറ്റാണല്ലോ. സോ അർജൻറ്റ് ഇമ്പോർട്ടൻറ്റുമാണ് എന്നുള്ള കോളത്തിൽ നിങ്ങൾ എഴുതി വെക്കുന്ന ടാസ്കുകൾ, നിങ്ങൾ ഓരോ ടാസ്കും ചിന്തിക്കുക. ഓക്കെ, ഏത് കോളത്തിലേക്കാണ് ഇത് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓരോ കോളത്തിലേക്ക് പോകുന്നതും എന്താണ് അതിൻ്റെ ആക്ഷൻ എന്നാണ് ഞാൻ പറയണത്. അർജൻറ്റാണ് ബട്ട് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെലിഗേറ്റ്. ഇത് തന്നെ നമുക്ക് എക്സാമ്പിൾ പറയാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യം അത് അർജൻറ്റാണ്, ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാൻ അത് ഇമ്പോർട്ടൻ്റ് അല്ല. മറ്റൊരാളിലേക്ക് എനിക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റൊരാളിലേക്ക് എനിക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സിക്യൂർ ഓൺ ഓൺടർപ്രന്യൂർ, നിങ്ങൾക്ക് മറ്റൊരാളിലേക്ക് അസൈൻ ചെയ്യാനായിട്ടുള്ള കൈൻഡ് ഓഫ് ടാസ്കുകളായിരിക്കും ഇത്. ദാറ്റ് ഈസ് ടാസ്ക്സ് ദാറ്റ് നീഡ് ടു ഗെറ്റ് ഡൺ ബട്ട് ഡോണ്ട് നീഡ് യോർ എക്സ്പെർട്ടീസ് ഇൻ ഓർഡർ ടു ബി കംപ്ലീറ്റഡ്. ദാറ്റ് ഈസ് ഈ പെർട്ടിക്കുലർ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എൻ്റെ എക്സ്പെർട്ടീസ് ആക്ച്വലി നിർബന്ധിതമല്ല, അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഡെലിഗേറ്റ് ചെയ്യാം. പക്ഷേ അത് അർജൻ്റ് ആണോ? ചിലപ്പോൾ അർജൻറ്റ് ആയിരിക്കാം. മേ ബി എനിക്ക് നാളെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അർജൻ്റ് ആണ്, പക്ഷേ എൻ്റെ എക്സ്പെർട്ടീസ് അവിടെ ആക്ച്വലി നിർബന്ധമല്ല. ദെൻ നോട്ട് അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലോ ഡിലീറ്റ്. അത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ടാസ്ക് അല്ല എന്നുള്ളതാണ്. ആ ടാസ്ക് നിങ്ങൾക്ക് ടെമ്പററിലി എങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ളതാണ്. ടാസ്ക്സ് ദാറ്റ് ഡിസ്ട്രാക്ട് യു ഫ്രം യുവർ പ്രിഫേർഡ് കോഴ്സ് ആൻഡ് ഡോണ്ട് ആഡ് എനി മെഷറബിൾ വാല്യൂ ടു യുവർ മേ ബി ഗോൾസ് ഓർ സിസ്റ്റംസ്, റൈറ്റ്? സോ എയ്സൻഹോവർ മെട്രിക്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് / പ്രൊഡക്ടിവിറ്റി സിസ്റ്റമാണ്. സോ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സിംപ്ലി നമ്മുടെ ടാസ്കിൻ്റെ പ്രയോറിറ്റി നമുക്ക് മനസ്സിലാക്കാം. മേ ബി നിങ്ങളൊരു ലിസ്റ്റ് ഓഫ് ടാസ്ക് എഴുതുക, ഒരു 10-20 ടാസ്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓരോ കോളത്തിലേക്ക് ക്ലാസിഫൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദാറ്റ് ഈസ് എയ്സൻഹോവർ മെട്രിക്സ്. ബാക്കിയാണല്ലോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ തേർഡ് വൺ, ഗെറ്റിംഗ് തിങ്സ് ഡൺ. ഇത് മേ ബി ഒരു മെൻറ്റാലിറ്റി, ഒരു സിസ്റ്റം ആണ് എന്നൊക്കെ പറയാം. ദിസ് ഇസ് ബേസിക്കലി ഒരു കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് ഇതിൽ ഞാൻ കുറച്ചും കൂടി അടിപൊളിയായിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് എവറിത്തിങ് ദാറ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക, നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് അത് ഒഴിവാക്കുക. ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ. ഓരോന്നോരോന്നായി ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കോൺസെപ്റ്റിനെ കുറച്ചും കൂടി എൻ്റേതായിട്ടുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുക. ബിക്കോസ് നമ്മുടെ ബ്രെയിനിൽ കുറേ ടാസ്കുകൾ ഉണ്ടാകുന്ന സമയത്ത് ഓവർവെൽം ആവാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓക്കെ, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഒന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ യു റൈറ്റ് ഇറ്റ് ഡൗൺ, കംപ്ലീറ്റ്ലി നിങ്ങൾ എഴുതി വെക്കുക. സോ ദാറ്റ് നിങ്ങളെല്ലാ ബ്രെയിനിലുള്ള സാധനം കംപ്ലീറ്റ് ഇവിടെ ഇറക്കി വെച്ചു. ഇതിവിടെ ഉണ്ട്, നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ഉണ്ട്. ദെൻ ഓരോന്നോരോന്നായി ഗെറ്റ് തിങ്സ് ഡൺ. ഇതാണ് ഏറ്റവും സിമ്പിൾ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഗെറ്റ് തിങ്സ് ഡൺ എന്നുള്ളൊരു പ്രോസസ്സിനുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നൗ സെക്കൻഡ് ബ്രെയിൻ സിസ്റ്റം ഞാനിപ്പോൾ പറഞ്ഞതുമായിട്ട് സിമിലറാണ്. നിങ്ങൾക്ക് നോഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒബ്സിഡിയൻ പോലുള്ള ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടൊരു സെക്കൻഡ് ബ്രെയിൻ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ്
എൻ്റെ ബ്രെയിനിന് പകരം മറ്റൊരു ബ്രെയിൻ. ഞാനത് ഓപ്പൺ ആക്കി, ലൈക്ക് എനിക്ക് നോഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് കാണാം എന്തൊക്കെ ടാസ്കുകളാണ് എനിക്കുള്ളത്, എന്തൊക്കെയാണ് ഞാൻ മീറ്റിംഗ് നോട്ട്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണുള്ളത്, എന്തൊക്കെ പ്രോജക്ട്സ് ആണുള്ളത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് എൻ്റെ ബ്രെയിനിന് പകരം എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സെക്കൻഡ് ബ്രെയിൻ. സോ ദാറ്റ് എൻ്റെ ബ്രെയിൻ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാനായിട്ട് യൂസ് ചെയ്യാതെ കുറേ കാര്യങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും, കുറേ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഗോ ടു നോഷൻ, അവിടെ ഉണ്ടാവും എൻ്റെ സെക്കൻഡ് ബ്രെയിൻ. ദാറ്റ് ഈസ് സെക്കൻഡ് ബ്രെയിൻ സിസ്റ്റം. ഈ ഒരു ഡെഫിനേഷൻ വായിക്കുന്നത് നല്ലതാണ്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് മോർ ക്ലാരിറ്റി അബൌട്ട് ഇറ്റ്. നോഷൻ പോലുള്ള ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. നോഷനെ കുറിച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി നോഷൻ്റെ ടാസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അത് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നോഷനെ കുറിച്ചൊരു സ്ലൈറ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. So these are 5 productivity systems that you can use നിങ്ങളുടെ ഡെയിലി ടാസ്കുകളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം അറ്റ് എ ടൈം യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക. ട്രൈ 1 by 1 ഏതൊക്കെയാണോ നിങ്ങൾക്ക് വർക്ക് ആവുന്നത്, യു ട്രൈ ദാറ്റ്. നിങ്ങൾക്ക് വർക്ക് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡബിൾ ഡൗൺ ചെയ്യുക, മോർ ആൻഡ് മോർ അതിലേക്ക് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ഓൺ ആക്കുക. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒന്നാണ് ടൈം ബ്ലോക്കിംഗ്, സെക്കൻഡ് ബ്രെയിൻ, ആൻഡ് തേർഡ് പൊമോഡോറോ ആൻഡ് എയ്സൻഹോവർ മെട്രിക്സ്. വളരെ ചില സമയത്ത് എന്നൊക്കെ പറയാം, ചില സമയത്ത് എയ്സൻഹോവർ മെട്രിക്സും യൂസ് ചെയ്യും ജസ്റ്റ് ടു പ്രയോറിറ്റൈസ് ടാസ്ക്സ്. സോ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് തന്നെയാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ആണ്, വർക്ക് ആയിട്ടുള്ളതാണ്, പ്രൂവൺ ആണ്, ഒരുപാട് ആളുകൾ യൂസ് ചെയ്ത് വരുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിലും ഈ സിസ്റ്റംസ് ഒക്കെ വാല്യൂ ഡെലിവർ ചെയ്യുന്നുള്ളത്. Thank you so much for watching. Make sure channel subscribe ചെയ്തിട്ടുണ്ടെന്നുള്ളത് for more such valuable content. And like this video കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, and share this video to someone whom you love. ലൈക്ക് മോർ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. Once again, thank you so much for watching. We'll see you in the next video.